ബ്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇഫ്താറിന് മാത്രമല്ല 4 മണി ചായയുടെ കൂടെയൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ബോൺലെസ് പീസാണ് കേട്ടോ നല്ലത്. അങ്ങനെ ആകുമ്പോൾ എല്ലിൽ നിന്ന് വേർപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു മസാലക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഓയിലൊന്നും വേണ്ട. ചിക്കനെ പെട്ടെന്ന് കുക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടച്ചു വെക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. കാരണം ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ഒരു സൈഡ് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇടക്കിടക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു വെള്ളമൊക്കെ വറ്റി നല്ലൊരു ഡ്രൈ ആയിട്ട് ചിക്കനൊക്കെ കുക്കായി ഡ്രൈ ആയി ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. ഇനിയിപ്പോൾ ഞാൻ സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 സെക്കൻഡ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ 2 സ്ലൈസ് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ 2 സ്ലൈസ് ഇതുപോലെ ഒപ്പം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരേപോലെ തന്നെ വെച്ചതിന് ശേഷം ഒരേ ലെവലിൽ തന്നെ വെക്കണം കേട്ടോ ബ്രെഡിൻ്റെ സ്ലൈസ്. ഇനി ഒരു ചൂടാറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പൊക്കെ എടുത്താൽ മതി. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചൂടോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ ഇത് ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് സൈഡൊന്നും മൈദ വെച്ചിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതുപോലെ ചൂടോട് കൂടിയിട്ട് എത്ര വലുപ്പത്തിലാണോ കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒരു വലുപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയും വെള്ളവും കൂടെ ചേർത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഒരു മിക്സ് ആക്കി എടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബ്രെഡ് ക്രംസ് ഇതിനേക്കാളും കുറച്ച് നൈസായിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. കാരണം ബ്രെഡിൽ എണ്ണ കുടിക്കാൻ പാടില്ല. അപ്പോൾ അതുപോലെ നന്നായിട്ട് വേണം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ലോ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊന്നും ചാൻസ് കൊടുക്കാതെ നമ്മൾ പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് എടുക്കാം. ഇത്രയും മതി കേട്ടോ. ഈ ഒരു കളറായി കഴിഞ്ഞാൽ കോരിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 കപ്പ് ക്യാബേജ് അരിഞ്ഞതും 1/4 കപ്പ് കുക്കുംബർ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പച്ചക്കറിയിലൊന്നും ഉപ്പുണ്ടാവില്ല. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു 2 നുള്ളൊക്കെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്രത്തോളമാണോ വെജിറ്റബിൾസ് എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് അതിലുണ്ടാവും. ബാക്കിയുള്ളതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള മയോണൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മയോണൈസ് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വേറെ സ്പൈസി ആയിട്ടുള്ള പെപ്പർ പൗഡറൊന്നും ചേർത്ത് കൊടുക്കാത്തത് കാരണമാണ് ഇതിലിപ്പോൾ സ്പൈസി ആയിട്ടുള്ള മയോണൈസും നമ്മുടെ നോർമൽ മയോണൈസും കൂടെ 2 മയോണൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ അതിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് തന്നെ വേണമെന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊരിച്ചിട്ടുള്ള ബ്രെഡിന് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. കുറച്ച് വലിയ ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാ പീസും ഇതുപോലെ ഒരു പോക്കറ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഷവർമയുടെ മിക്സ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുത്താൽ നമ്മുടെ ബ്രെഡ് ഷവർമ പോക്കറ്റ് റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.